താങ്ക്സ് ഉണ്ട് കേട്ടോ. ജയിലിലെ നടപടികൾ പൂർത്തിയാക്കിയാലേ ഞാൻ വരും ആഘോഷങ്ങൾ തുടങ്ങാൻ. പിന്നല്ലാതെ. സാറേ പോവാം. പോട്ടെ ഹരിയേട്ടാ. ഒന്നിനു പുറകെ ഒന്നൊന്നായി വിജയങ്ങൾ വരുമ്പോ ചിലപ്പോ അഹങ്കരിച്ചു പോയിന്നൊക്കെ പറയുന്ന കേക്കാം. പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹരിയേട്ടന്റെ ഈ അവസ്ഥയിൽ സഹതാപം മാത്രമേ ഉള്ളൂ. ആ, ഹരിയേട്ടനല്ലേ ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഹരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം ഹരി, വാ. വീട്ടിലേക്ക് ചെന്ന് കയറിയ പേടിക്കാനും കരയാനും മാത്രമേ സമയമുണ്ടാവൂ. അതുകൊണ്ടാ അമ്മ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞത്. നന്നായി അമ്മേ. എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. തെളിവുകൾ നമ്മളെ തോൽപ്പിച്ചു. ആ വക്കീലിന് തൊലി ഒരുക്കാൻ ഞാനും മോള് നിന്നു കൊടുത്തത് മാത്രം ബാക്കി. നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആന്റി. നല്ലതിന് ശ്രമിച്ചു, പരാജയപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ നിർത്തിക്കും. ശരി ശരി. അമ്മാവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സുജാതെ, കോടതിയിലെ കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞായിരുന്നു. എന്താ ചെയ്യുക? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരുമിച്ചാ നിൽക്കുന്നത്. നിത്യമോളെ, നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ സംരക്ഷിക്കാതെ ഇവനില്ലേ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റാതെ നോക്കാൻ എന്നെ കൊണ്ടും പറ്റും. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം മാത്രം ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുള്ളത്. പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ജീവൻ? സ്വതന്ത്രനായി ഒരു മിനിറ്റ് കിട്ടിയാൽ പോലും ചതിച്ചവരൊക്കെ കൊല്ലുമെന്ന്. എന്നിട്ട് എന്താ ജീവൻ പോകാത്തത്? ഓ, ഇനിയിപ്പോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതോടെ നിത്യയോടും ഹരിയോടുമുള്ള പ്രതികാരമൊക്കെ മറന്നോ? അല്ല ജീവ, ആദ്യം എന്തേലും ഒന്ന് പറ. എത്ര നേരം എങ്ങനെ ഇരിക്കുന്നു? എന്തു ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജീവൻ അവരുടെ മുമ്പിൽ പോയി കെഞ്ചിക്കാണ് അപേക്ഷിക്കാൻ പോവാണെന്നോ? അത് എളുപ്പോ. വേണമെങ്കിലേ വീണയും വിപിനുമാണ് കേസിന്റെ പുറകിലെന്നും
അതുകൊണ്ടാ കോടതിയിൽ അങ്ങനെയൊക്കെ പെരുമാറിയെന്നും കൂടെ പറ. ആ, വീണ വിപിനൊന്നും മിണ്ടാതിരുന്നേ. ഇത്തരക്കാർക്ക് ഉപകാരം ചെയ്താലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കുക. നാണമില്ലേ ജീവ? ഞാൻ കരുതിയത് നടപടികളെ പൂർത്തിയാക്കി സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയാല് ആ നിമിഷം താൻ വീട്ടിലേക്ക് പോകുമെന്നാ. ഓരോന്നിനെയായിട്ട് വെട്ടി വെട്ടി കൊല്ലുന്നു. ഇതൊരുമാതിരി. വീണേ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് നീയല്ല പറയണ്ടേ. അപ്പോ എനിക്ക് പോണം. തന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. കേസിലേക്ക് നന്ദിത മഹാദേവനെ കൊണ്ടുവന്നത് നിന്റെ മിടുക്ക. പക്ഷേ കോടതി നടന്നതൊന്നും നിന്റെ മിടുക്കല്ല. മോളെ, ജീവൻ നിന്റെ കളിപ്പാവായിരിക്കുന്നുള്ളത് നിന്റെ വെറും തോന്നല. വെറും തോന്നല്. കേട്ടോടി? ജീവ, ജീവ, എന്താ ഇവന്? എനിക്കറിയില്ല. ഇതിനു വേണ്ടിയാണോ ഇയാൾക്ക് നമ്മൾ കൂട്ടുനിന്നത്? വൃത്തികെട്ടവൻ.